ചേച്ചി, നമ്മുടെ അടുത്ത പെർഫോമർ വരാനുള്ള സമയമായിരിക്കുകയാണ്. ആ പെർഫോമൻസ് കാണാൻ പോവാണ് നമ്മൾ. അപ്പം ഇന്ന് വരാൻ പോകുന്ന ആൾക്ക് കുറച്ച് പ്രത്യേകതയുണ്ട്. ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള ഒരു മിടുക്കി കുട്ടിയാണ് വരാൻ പോകുന്നത്. പാട്ടും കീബോർഡും ഇത് രണ്ടും ഹാൻഡിൽ ചെയ്യുന്ന ഒരു കുട്ടിയാണ്. കണ്ണിന് കാഴ്ചയുടെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. പക്ഷേ ടാലന്റിന്റെ കാര്യത്തിൽ വരുമ്പോൾ അതൊന്നും ഒരു പ്രശ്നമല്ലാണ്ട് പാട്ടും കീബോർഡും ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യുന്ന ഒരു മിടുക്കിയായിട്ടൊരു പെൺകുട്ടിയാണ് നമ്മൾ ഇന്ന് ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വളരെയധികം സ്നേഹത്തോടെ റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഫാത്തിമ ആൻഷി. ഹായ് ഫാത്തിമ. ഹായ് മാം. സുഖാണോ? അതെ, സുഖമായിട്ട് പോകുന്നു. മാമിനോ? എന്താ പഠിക്കുന്നേ? ഞാനിപ്പോ 12th പഠിക്കുന്നത്. അതെയോ? പാട്ട് ഇഷ്ടാണോ? ആക്ച്വലി മ്യൂസിക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇറ്റ്സ് ആക്ച്വലി ലൈക്ക് മൈ ലൈഫ്. ഐ കനോട്ട് ലിവ് വിതൗട്ട് ഇറ്റ്. സൂപ്പർ. ഇത് ആരാണ് സംസാരിച്ചതെന്ന് ഫാത്തിമയ്ക്ക് മനസ്സിലായോ? ഓഫ് കോഴ്സ് ഇറ്റ്സ് ഗീത മാം. ഓ, ലൈക്ക് എന്റെ കുറെ ഫേവറേറ്റ് സോങ്സ് ഉള്ള ഫിലിംസ് ലൈക്ക് പഞ്ചാഗ്നി, അതിലുള്ള ലൈക്ക് ഐക്കോണിക് ആയിട്ടുള്ള സോങ്സ് ഇതില് എന്താ റോൾ അഭിനയിച്ചിട്ടുണ്ട് എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു ഫാൻ ഗേളിനെ തന്നെയാണ് ഇന്ന് ഗീത ചേച്ചിയുടെ മുന്നിൽ വന്നിരിക്കുന്നത് അല്ലേ? കറക്റ്റ്. അപ്പോൾ നമുക്ക് അതായത് ഒരു അച്ചീവ്മെന്റ് കാര്യം പറയുകയാണെങ്കിൽ +1 പഠിക്കുമ്പോൾ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടി എക്സാം എഴുതി അതെ അതെ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ച ആദ്യത്തെ പെൺകുട്ടിയാണ് ഫാത്തിമ അല്ലേ? കൺഗ്രാറ്റുലേഷൻ ഫാത്തിമ. താങ്ക് യു സോ മച്ച്. അപ്പൊ നിങ്ങള് മ്യൂസിക് അല്ലാതെ പഠിപ്പും ഇഷ്ടമാണ് അല്ലേ? സോ ഗ്രേറ്റ്, സോ ഗ്രേറ്റ്. അപ്പൊ ഫാത്തിമയുടെ ആഗ്രഹങ്ങൾ ലൈഫിൽ ഇനി എന്തൊക്കെ ആഗ്രഹങ്ങളാണ് മനസ്സിലുള്ളത്? സോ എനിക്ക് കുറേ ഡ്രീംസ് ഉണ്ട്. പക്ഷേ ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ എന്ന് വെച്ചാൽ എനിക്കൊരു IFS ഓഫീസർ ആവണം എന്നാണ് ആഗ്രഹം. ഇന്ത്യൻ ഫോറിൻ സർവീസിൽ ഇന്ത്യ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് വിദേശ രാജ്യങ്ങളിൽ പോയി നമ്മുടെ ഇന്ത്യയും മറ്റു കൺട്രീസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇംപ്രൂവ് ചെയ്യാൻ ഒരു ബിഗ് പാർട്ട് പ്ലേ ചെയ്യണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ വിഷ്. വെരി ഗുഡ്. ഡെഫിനറ്റ്ലി യു ആർ ഗോയിങ് ടു അച്ചീവ് ദാറ്റ് വൺ. ഓക്കെ. ആൻഡ് ഫാത്തിമയ്ക്ക് അതായത് ബൈ ബർത്ത് കാഴ്ചക്കുറവുണ്ട് അല്ലേ? അതെ അതെ. അതിന് എന്തൊക്കെ ട്രീറ്റ്മെന്റ്സ് ഒക്കെ എടുത്തോ? ഞങ്ങൾ കുറേ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തിരുന്നു. വെൻ ഐ വാസ് ഞങ്ങൾ ലൈക്ക് എവർ സിൻസ് ഐ വാസ് എ ബേബി ലൈക്ക് കുറേ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയിരുന്നു. ബട്ട് ഐ വാസ് ഓൾവേസ് മെറ്റ് വിത്ത് hopelessness because every doctors told us like we can like ഇങ്ങനെ ഈ ഡിസീസ് ക്യൂർ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ്. എന്താ പറയുക, കാരണം എൻ്റെ കണ്ണിലുള്ള കോർണിയ ഇറ്റ്സ് ലൈക്ക് ഗ്രോ ചെയ്തിട്ടില്ല. സോ അതും ചേഞ്ച് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ ഇല്ല. മേ ബി ഇഫ് ഐ എം ഓൾഡ് ലൈക്ക് ആ സമയത്ത് എന്നോട് പറഞ്ഞ വെൻ യു ഗെറ്റ് ഓൾഡ് മേ ബി ദർ ബി എ ചാൻസ് എന്നാണ് എന്നോട് പറഞ്ഞത് ആ സമയത്ത്. ആൻഡ് ഈ കീബോർഡ് പഠനം, പാട്ട് പഠനം ഇതിലേക്കൊക്കെ എത്തിയത് എങ്ങനെയാണ്? അതെന്ന് വെച്ചാൽ എവർ സിൻസ് ഞാൻ യങ് ആയ സമയത്ത് മ്യൂസിക്കുമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നെ എപ്പോഴും ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പാരൻസ് ടെലിവിഷനിൽ കുറേ പാട്ട് വെക്കുമായിരുന്നു. അതിങ്ങനെ കേൾക്കും, പിന്നെ അതിനനുസരിച്ച് ഞാൻ സിംഗ് അലോങ് ചെയ്യുമായിരുന്നു. അപ്പോൾ തന്നെ എൻ്റെ പാരൻസ് നോട്ടീസ് ചെയ്തിരുന്നു സംതിങ് ഈസ് ഡിഫറെൻറ്റ് ദിസ് കിഡ് ബിക്കോസ് ഞാൻ അതേ പിച്ച് തന്നെയായിരുന്നു പാടിയിരുന്നത്. പിന്നെ ഒരു കീബോർഡ് ടോയ് ആയി കിട്ടിയപ്പോൾ ഞാൻ കീബോർഡ് വായിക്കാൻ തുടങ്ങി. അങ്ങനെ ലൈക്ക് അതും എൻ്റെ പാരൻസ് നോട്ടീസ് ചെയ്തു. പക്ഷേ എനിക്ക് ഈ ടാലൻറ്റ് ഉണ്ടെന്ന് കൺഫേം ആയത് ഞാൻ കേരള സ്കൂൾ ഫോർ ദ ബ്ലൈൻഡ്, ഞാൻ ഫസ്റ്റ് ഗ്രേഡിൽ കേരള സ്കൂൾ ഫോർ ദ ബ്ലൈൻഡിൽ എൻറോൾ ചെയ്ത സമയത്തായിരുന്നു. അവിടെ എൻ്റെ മ്യൂസിക് ടീച്ചർ നിസാർ സാറാണ് എനിക്ക് ഈ ടാലൻറ്റ് ഉണ്ട് എന്ന് ഡിസ്കവർ ചെയ്തത്. ആൻഡ് ഫ്രം ദാറ്റ് ഡേ ഓൺവേർഡ്സ് ഐ സ്റ്റാർട്ടഡ് മൈ ജേർണി ഓഫ് ബീങ് എ മ്യൂസിഷ്യൻ. വെരി ടാലന്റഡ് ഗേൾ. താങ്ക് യു സോ മച്ച്. ഐ ആം വെരി അപ്രീഷിയേറ്റ്. ഐ ആം വെരി ലൈക്ക് seeing you, very happy to see you. It's really it's an honor to see you too actually. Whatever you want, you are thinking in your achievement, you should get it. Okay, I'll pray for you. Oh, thank you so much. I will. When I am praying, നിന്റെ ആഗ്രഹം എന്താണെന്ന് ഞാൻ ഓർമ്മിച്ചിട്ട് ഞാൻ പ്രേ ചെയ്യാം. നിനക്ക് എന്തൊക്കെ വേണ്ടെന്ന് പറഞ്ഞാൽ നിനക്ക് കിട്ടണം. You should get it that one. Okay. Thank you so much. You're welcome. Yes. നമുക്ക് എന്തായാലും കൂടെ വന്നിരിക്കുന്ന പേരൻസിനെ കൂടി പരിചയപ്പെടാം. രണ്ടുപേർക്കും റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. നമസ്കാരം ചേട്ടാ, പേര് പറയൂ. അബ്ദുൽ ബാരി. അബ്ദുൽ ബാരി. എന്ത് വർക്ക് ചെയ്യാണോ? ഞാൻ മെഡിക്കൽ ഫീൽഡിൽ ഹോൾസെയിൽ വർക്ക് ചെയ്യാണ്. മെഡിക്കൽ ഫീൽഡിൽ തന്നെയാണ്? നാട്ടിലാണ്? നാട്ടിലാണ്. ഫാത്തിമയുടെ ഈ ഒരു കലാജീവിതം അല്ലെങ്കിൽ നിങ്ങളാണ് കണ്ടുപിടിച്ചതെന്ന് ഫാത്തിമ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പാട്ട് പാടാനും കീബോർഡ് വായിക്കാനൊക്കെ ഒരു കഴിവ് ഉണ്ടെന്ന് ഏത് വയസ്സിലാണ് കണ്ടുപിടിക്കുക പറഞ്ഞാൽ നമ്മൾ അവള് ജനിച്ചപ്പോൾ ഇങ്ങനെ ഒരു ഇത് വന്നപ്പോൾ നമ്മളവ സങ്കടത്തിൽ. അതെ അതെ, തീർച്ചയായിട്ടും. പിന്നെ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ വീട്ടിലൊരു പഴയ ഒരു കീബോർഡ് ഉണ്ടായിരുന്നു ചെറുത്. അപ്പോൾ അത് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കിയപ്പോൾ അവൾ കാലുകൊണ്ടാണ് അത് ഇങ്ങനെ പ്ലേ ചെയ്യാൻ തുടങ്ങിയത് ചെറിയ കുട്ടിയാകുമ്പോൾ.
അപ്പോൾ അതിനൊരു താളുണ്ട് എന്നുള്ളത് നമുക്കിങ്ങനെ ഇതായി. അപ്പോൾ കുറച്ചും കൂടി നല്ലതൊന്ന് മേടിച്ചു കൊടുത്ത്. അപ്പോൾ അവൾ കുറച്ചും കൂടി ബെറ്ററായി. പിന്നെ നമ്മൾ ആകെ ടെൻഷനായി നിൽക്കുന്ന സമയത്താണ് സ്കൂൾ കൊണ്ടുപോയി ചേർക്കുന്നത്. ഞങ്ങൾ 4.5 വയസ്സിൽ അവളെ സ്കൂൾ ചേർത്തിട്ടുണ്ട്. അവൾ ഒരു കഷ്ടി ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ തന്നെ അവൾ പാട്ട് പാടാനും കീബോർഡ് വായിക്കാനും അങ്ങനെയൊക്കെയുള്ളൊരു അവിടെ സ്കൂളിൽ നിന്ന് ഇതായി. അവളിപ്പോൾ തന്നെ നോർമൽ കുട്ടികളുടെ ഇടയിൽ തുടർച്ചയായിട്ട് ശാസ്ത്രീയ സംഗീതത്തിൽ സ്റ്റേറ്റിൽ പോയ കുട്ടിയാണ്. നോർമൽ സ്പെഷ്യൽ സ്കൂളിൽ 5 പ്രാവശ്യം അവൾ ശാസ്ത്രീയ സംഗീതം, അതേമാതിരി ഉപകരണ സംഗീതം, കീബോർഡായിട്ട് 5 വർഷം അങ്ങനെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഉമ്മയെ പരിചയപ്പെടാം. അയ്യോ എന്ത് പറ്റി നാണോ? അതെ, കമോൺ എന്നതാ ഫാത്തിമ പറയുന്നു. ശരി, പറയൂ. പേര്? ഷംല. ഷംന. ഷംല. ഷംല. നിങ്ങൾ ഭയങ്കര കൂട്ടാണെന്ന് തോന്നുന്നു, ഒരേപോലെ ഡ്രസ് കോഡും ഒക്കെ. Actually, she is my best friend. She's the queen of my heart. Oh, so sweet, Fatima. You're so sweet. അപ്പോൾ അങ്ങനെ നിങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്, എല്ലാ കാര്യത്തിലും കൂടെ നിൽക്കുന്ന ആളാണെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ്, അതായത് ഫാത്തിമേനെ ഉമ്മയ്ക്ക് ഏതൊരു രീതിയിൽ കാണാനാണ് ഇഷ്ടം? നല്ലൊരു പാട്ടുകാരിയായിട്ട് അങ്ങനെ കാണാനാണോ? ജോലിക്കാരി, ഒരു സൂപ്പർ ഓഫീസർ ആയിട്ട്? അതെ, ഒരു ഗവൺമെന്റ് ജോലിയായിട്ട് കാണുന്നത് താല്പര്യമുണ്ട്. പാട്ടൊക്കെ ജന്മനായുള്ള ദൈവം തന്നതാണ്, അത് ഓളെ കൂടെ ഉണ്ടാവും എപ്പോഴും. ഓക്ക് പാട്ടില്ലാതെ പറ്റൂല. അപ്പൊ പഠനത്തിനാണ് കൂടുതൽ മുൻതൂക്കം, കൂടെ പാട്ട് ഉണ്ടാവും. പാട്ടും അതാണ് ഒരു ആഗ്രഹം. പാട്ട് എന്തായാലും മോക്ക് ഉണ്ട്. അതെ.